പാലക്കാട് അട്ടപ്പാടി അഗളിയിൽ കൂറുമാറി പഞ്ചായത്ത് പ്രസിഡന്റായ മഞ്ജു എൻ.കെ. രാജിവെച്ചു. കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ച മഞ്ജുവിനെ LDF പഞ്ചായത്ത് പ്രസിഡന്റാക്കുകയായിരുന്നു. അയോഗ്യയാക്കാൻ കോൺഗ്രസ് നടപടി ആരംഭിച്ചതോടെയാണ് മഞ്ജു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച മഞ്ജു LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റായതോടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മഞ്ജുവിനെ അയോഗ്യയാക്കാൻ കോൺഗ്രസ് നടപടി ആരംഭിച്ചു. ഇതോടെയാണ് മഞ്ജു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ LDF മെമ്പർമാർ എനിക്ക് പിന്തുണ നൽകുക മാത്രമാണ് ഉണ്ടായത്. ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഈ പിന്തുണ ഞാൻ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിനാൽ പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുന്നു. CPM മുൻ ഏരിയ സെക്രട്ടറിയും നിലവിലെ പഞ്ചായത്ത് മെമ്പറുമായ CP ബാബുവാണ് അട്ടിമറിക്ക് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷം ഈ മാഫിയ സംഘം നടത്തിയ മുഴുവൻ അഴിമതിയും കള്ളക്കളികളും പുറത്തു വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് പാവപ്പെട്ട ഒരു വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിച്ചത്. മഞ്ജു രാജിവെച്ചതിന് പിന്നാലെ അഗളിയിൽ കോൺഗ്രസ് ആഹ്ലാദ പ്രകടനം നടത്തി. ഇതിലും കൊലവിളി മുദ്രാവാക്യം ഉയർന്നു. മഞ്ജുവിന്റെ രാജിയെക്കുറിച്ച് CPMന് പറയാനുള്ളത് ഇങ്ങനെ: അവർ വ്യക്തിപരമായ കാരണത്താലാണ് രാജിവെച്ചത്. അവർ രാജിവെക്കാനുണ്ടായ കാര്യത്തെ സംബന്ധിച്ച് നമ്മളത് അന്വേഷിച്ചതിന് ശേഷം അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ ശ്രദ്ധയിൽ എന്താണ് വിഷയം എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അഗളിയിലെ കൂറുമാറ്റത്തിൽ ഇടതുപക്ഷ നേതാക്കളെ രൂക്ഷമായി വിമർശിച്ച് അട്ടപ്പാടി സഹ്യോൻ ധ്യാനകേന്ദ്രത്തിന്റെ മേധാവിയും ക്രിസ്ത്യൻ പുരോഹിതനുമായ ഫാദർ സേവ്യർ ഖാൻ വട്ടിയിലച്ചൻ രംഗത്തെത്തി. ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ അട്ടപ്പാടിക്കാർ തലതാഴ്ത്തേണ്ട സാഹചര്യമാണെന്ന് ഫാദർ സേവ്യർ ഖാൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇനി കൂറുമാറ്റവും മറ്റ് അട്ടിമറികളും ഉണ്ടായില്ലെങ്കിൽ UDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരത്തിൽ വരും. മീഡിയ 1 പാലക്കാട്.